ഇതാണ് വെള്ളാരം കുന്നിലെ വയലത്താണി. പച്ചപ്പും ഹരിതാഭയും പ്രേമിച്ച് കെട്ടിയപ്പോൾ ഉണ്ടായ ഒരു ഐറ്റം. പൂർവികർ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രണയത്തിന് പറ്റിയ മണ്ണാണെന്ന് ഇവിടുത്തുകാർ ഇപ്പോഴും പറയും. ശരിക്കും അശോകന്റെ കഥ തുടങ്ങുന്നതും അവരിൽ പലരുടെയും പ്രണയകാലത്ത് നിന്നാണ്. വെള്ളാരം കുന്നിൻ്റെ ഭംഗിയുള്ള അവിടുത്തെ ആണുങ്ങൾ മുഴുവൻ കാത്തിരുന്ന, എന്തിന് ഉദിക്കാനായി സൂര്യൻ പോലും കാത്തിരുന്ന ഒരു നിലാവിൻ്റെ കാലത്ത് നിന്ന്. ആ നിലാവിനൊരു പേരുണ്ട്, ഉണ്ണിമായ. മുഞ്ചത്തി പെണ്ണേ ഉണ്ണിമായേ, തഞ്ചത്തിൽ ഒപ്പന പാടിവായോ, തേനൂറും എന്റെ പ്രേമം നീയേ, പാലിട്ട പഞ്ചസാര ചായ നീയേ. മുഞ്ചത്തി പെണ്ണേ ഉണ്ണിമായേ, തഞ്ചത്തിൽ ഒപ്പന പാടിവായോ, തേനൂറും എന്റെ പ്രേമം നീയേ, പാലിട്ട പഞ്ചസാര ചായ നീയേ. ഉപ്പിലിട്ട മാങ്ങ നീയേ, തെങ്ങിൻ മേലെ തേങ്ങ നീയേ, നേരത്തിൻ മേലെ മത്തി നീയേ, റോട്ടിൻ മേലെ ടാറ് നീയേ. ഉപ്പിലിട്ട മാങ്ങ നീയേ, തെങ്ങിൻ മേലെ തേങ്ങ നീയേ, നേരത്തിൻ മേലെ മത്തി നീയേ, റോട്ടിൻ മേലെ ടാറ് നീയേ. തന താനന തന താനന തന താനന തന താനന 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 നാനന താനന തന താനന തന താനന തന താനന തന താനന 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 നാനന. മുഞ്ചത്തി പെണ്ണേ ഉണ്ണിമായേ, തഞ്ചത്തിൽ ഒപ്പന പാടിവായോ, തേനൂറും എന്റെ പ്രേമം നീയേ, പാലിട്ട പഞ്ചസാര ചായ നീയേ. അങ്ങനെ മൊഞ്ചുള്ളൊരു ഓർമ്മയായി ഉണ്ണിമായയുടെ കഥ അവിടെ അവസാനിച്ചു. അടുത്ത കഥ നമ്മുടെ അശോകൻ്റേതായിരുന്നു. കെട്ടുകഥ പോലൊരു കല്യാണക്കഥ. ഗ്രീസിടാത്തതിൻ്റെ പ്രതിഷേധം ഈ വാതിലിനെ. അശോകേട്ടാ, എനിക്ക് അശോകേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് എന്ത് തന്നെയാണെങ്കിലും അശോകേട്ടൻ എന്നോട് സത്യം പറയണം. കല്യാണത്തിന് മുമ്പ് ഞാനിത് ചോദിക്കണമെന്ന് വിചാരിച്ചേ. ഇത് അശോകേട്ടൻ്റെ രണ്ടാം കെട്ടാണോ? അതിൽ 2 കുട്ടികളുണ്ടോ? ചായ. ഓ, അവൻ എഴുന്നേറ്റില്ലടി. കുട്ടിക്കളി മാറ്റാനെന്നും പറഞ്ഞേ ആ ചെറിയ ചെക്കനെ പിടിച്ച് കെട്ടിച്ചത് നിങ്ങൾ തന്നെയല്ലേ? അതെ, അവനിങ്ങനെ എണീക്കാൻ വൈകുന്നതേ കുട്ടിക്കളി മാറി എന്നുള്ളൊരു ലക്ഷണമാ. മനസ്സിലായോ?
എന്തൊരു മനുഷ്യൻ, ഒരുമാതിരി വയസ്സാണ് പോയെ. നല്ല മധുരം. ചായക്കോ അതോ ഓള് ഓള് കണ്ണ് തുറന്ന് കൽബ് മിടിച്ച് മുന്നിലോളുണ്ട്. സൂപ്പർ അല്ലേ അശോകേട്ടന്റെ ഭാഗ്യം. അത്തർ ഓള് ഓള് കണ്ണ് തുറന്ന് കൽബ് മിടിച്ച് മുന്നിലോളുണ്ട്. ഓള് ഓള് കണ്ണ് തുറന്ന് കൽബ് മിടിച്ച് മുന്നിലോളുണ്ട്. പൂത്താങ്കിരി കിളിക്കണ്ണുള്ളോരോള് കിസകളിൽ പറഞ്ഞൊരാ ചേരുള്ളോരോള്. പൂത്താങ്കിരി കിളിക്കണ്ണുള്ളോരോള് കിസകളിൽ പറഞ്ഞൊരാ ചേരുള്ളോരോള്. ഓള് ഓള് കണ്ണ് തുറന്ന് കൽബ് മിടിച്ച് മുന്നിലോളുണ്ട്. ഓടുന്ന് പെയ്യുന്ന ബഹറായ നേരം മഴങ്ങളാ കണ്ണിൽ സുറുമ പരത്തി തിരകൾ പോലെ കാതോരം ചൊല്ലുന്ന പൊരിശയെല്ലാം ഓളെന്ന പെണ്ണിന്റെ നാമങ്ങളായി കിസകൾ പോലെ. പൂത്താംകിരി കിളിക്കണ്ണുള്ളോരോള് കിസകളിൽ പറഞ്ഞൊരാ ചേരുള്ളോരോള്. ഓളൊരു ചിരിയാലേ ആലമിലാകെ രാവൊളി പകരുമ്പോൾ റൂന്നാദുദിച്ചേ. പൂത്താങ്കിരി കിളിക്കണ്ണുള്ളോരോള് കിസകളിൽ പറഞ്ഞൊരാ ചേരുള്ളോരോള്. ഓള് ഓള് കണ്ണ് തുറന്ന് കൽബ് മിടിച്ച് മുന്നിലോളുണ്ട്. അശോക അശോക ഓള് ഏ? എടാ ഇന്നലെ കല്യാണ വീട്ടിൽ ആ തട്ടൂട്ട പെണ്ണെ നീ നോക്കിക്കണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി മറ്റേ ഓള് അല്ല ഇന്ന് എവിടെ നിന്നായിരുന്നു പെണ്ണാളിൽ നിന്നായിരുന്ന അതാ ഫസ്റ്റ് നൈറ്റാ പറ 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 പറ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാ, ഇരട്ട കുട്ടികളായിരിക്കും. ആണോ? ആ എടാ 3-4 ദിവസമായിട്ട് ഞാൻ സ്വപ്നം കാണുന്ന ഇരട്ട കുട്ടികളെ. ശ്ശോ. ഈ വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്നല്ലേ? എനിക്കറിയാമല്ല. ആ നീ നിങ്ങൾ കളിക്കാൻ വരേണ്ടത് ഒരു സുഖമില്ലെന്ന്. അപ്പൊ ഇന്ന് ഓഫീസൊന്നുമില്ല. ഓഫീസുണ്ട്. ആ നീ ഒന്ന് മാറിക്ക്. ഒഴിവാ. അയ്യോ സമയം പോയി. എന്തിനാത്മാത്ത ഷർട്ട് ഇടാൻ ഓഫീസിൽ പോവാ. അശോക ഷർട്ട് ഇടലാണ്ടാ. അശോക സാർ ആ മനോഹര, കല്യാണം കഴിഞ്ഞു. ഭാര്യ എന്താ മോളെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ലഡു. ഞാൻ വിചാരിച്ച് കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് മനോഹരൻ ഇനി ഓഫീസിന് ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നുപോയി. ഞാൻ നാളെ കഴിഞ്ഞോട്ട് ജോലിക്ക് വരെ ഇരിക്കുകയാണ് സാർ. ഏയ് ഒരു ധൃതിയും വേണ്ട, പതുക്കെ വന്നാൽ മതി. പറഞ്ഞില്ലേ?
ഈ സമയത്ത് ലീവ് എടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാ സൗകര്യം പോലെ ഒന്ന് കറങ്ങി ഒന്ന് ടൂറൊക്കെ പോയി അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ തന്നെ താൻ ഈ ഓഫീസിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. അല്ല അതായത് ഇവന് എടുക്കാൻ ഘനമുള്ള അത്ര പണി ഇവിടെ വേണ്ടേ? കുട്ടിക്കറിയോ, ഇത്രയും സൗന്ദര്യവും വിവേകബുദ്ധിയുമുള്ളൊരു സബോർഡിനേറ്റിനെ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇവനോട് ഇടയ്ക്ക് IAS ട്രൈ ചെയ്യാൻ പറയാറുണ്ട്. ഇല്ലടാ IAS പറയാറുണ്ട്. ഭയങ്കര മടിയനാ, പക്ഷേ സ്മാർട്ടാ. ഏതായാലും ഇവനെ പോലെ ഒരു ഭർത്താവിന് കിട്ടിയത് കുട്ടിയുടെ ഭാഗ്യത ഞാൻ പറയൂ. എന്തായാലും വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. കൈ സാർ അത് വേണമെന്നില്ല. എന്നാ ഞാനങ്ങോട്ട്. ചേട്ടാ വന്നല്ല. ലഡു ഭാര്യ. ശരി, ചേട്ടാ വലിയ സംഭവമായിരുന്നല്ലേ? പിന്നെ അല്ലാതെ. ആ അശോക, എടാ നീ ഇറങ്ങണം. ആടാ ഇവളുടെ അമ്മാവൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. വൈകുന്നേരത്ത് മുമ്പോടെ എത്തണം. ഓടെ വാ മോളെ വാ. ഒറ്റ ദിവസം കൂടെ തടി കൂടിയ. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാ കേട്ടോ. അശോക, എന്നാ ഇനി ഞങ്ങൾക്കൊക്കെ ഒരു ലഡു തരിക? ചേച്ചിക്ക് ഒന്നല്ല 2 ലഡു തരും. ലഡു കഴിക്കാൻ വന്നിരിക്കുന്നു. നാരായണ, ഇത് നീ കൊണ്ടുവെക്കോ. അതെ, ഇവള് ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, അങ്ങ് മസനഗുഡിന്ന്. ആ എടാ, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നില്ലേ, നിനക്ക് ഓർമ്മ കാണും. പോസ്റ്റ്മാൻ പപ്പനാവിൻ്റെ ഒളിച്ചോടി പോയ ഉണ്ണിമായ. ആ ഉണ്ണിമായ തന്നെ. അല്ല, പപ്പനാവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അത്രയ്ക്ക് സുന്ദരിയായിരുന്നില്ലേ? പിന്നെ നിനക്കറിയാലോ, ഈ നാട്ടിലെ പൂവാലന്മാരെ മുഴുവൻ അവളുടെ പുറകെയായിരുന്നു. അവന്മാരുടെയൊക്കെ കൂമ്പിനിട്ട് കുത്തലായിരുന്നു അച്ഛന്റെ പ്രധാന പടി. നാരായണ, അന്നച്ഛൻ അവന്മാർക്കെതിരെ പ്രയോഗിച്ചതേ ഇക്കിൾ കുത്ത. ഈ ജീവിതകാലം മുഴുവൻ അവൻ ഇക്കിള് വിട്ടോണ്ട് കിടക്കും. എന്നിട്ടെന്താ, അവളിപ്പോ അവിടെ മസനഗുഡിയിൽ. കഴിഞ്ഞ വർഷം അവളുടെ മൂത്ത മോന്റെ കല്യാണമായിരുന്നു. പിണക്കം മറന്ന് മകനെ അനുഗ്രഹിക്കാൻ ചെന്ന ആങ്ങളയ്ക്ക് പെങ്ങളുടെ വക സമ്മാനം. അതായത് അതെ, അതിൽ നന്നായി. ഇതെന്താടോ രാവിലെ വാഴക്കെന്നൊക്കെ ആയിട്ട്? എന്താ? അല്ലല്ല, ഇത് സ്പെഷ്യലാ. മസനഗുഡിന്നാ. മസനഗുഡിന്നാ? ആ, നമ്മുടെ ചാത്ത നായർ തന്നതാ. മൂപ്പരുടെ പെങ്ങളിപ്പോ അവിടെയാണല്ലോ. ഒളിച്ചോടിപ്പോയ ഉണ്ണിമായ. ആര്? ഉണ്ണിമായ. ഉണ്ണിമായി? ഉണ്ണിമായ. മാറിന് മൂത്രമൊഴിച്ച് പിള്ളേര് കുളത്തിൽ ചാടി കുളിക്കണേ. നീ ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ച് കപ്പിൽ കോരി കുളിക്കും. എടാ നീന്താന്ന് പറഞ്ഞ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആദ്യം ഇടത്തേക്ക് ഇടുന്നു, പിന്നെ വലത്തേക്ക് ഇടുന്നു, പിന്നെ വീണ്ടും ഇടത്തേക്ക് ഇടുന്നു, വലത്തേക്ക് ഇടുന്നു. ഇതങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി. ആദ്യം വലത് കിട്ടാ കുഴപ്പമുണ്ടോ? വലുത് കിട്ടാൻ കുഴപ്പമില്ല, പക്ഷെ വെള്ളത്തെ ഇറങ്ങിയിട്ട് ഇട്ടാ മതി. കരയിൽ നിന്നിട്ട് പറ്റില്ല. ആ അത് ശരിയാ, വെള്ളത്തിൽ ഇറങ്ങണം. നീ പണ്ട് തോട്ടിലും കുളത്തിലൊക്കെ ചാടിയിരുന്നല്ലേ, പിന്നെന്ത് പറ്റി? പക്ഷേ അന്നൊക്കെ കൂടെ ചാടാനേ രക്ഷിക്കാനേ അർജുൻ ഉണ്ടായിരുന്നു അല്ലടാ. ആ അത് പറഞ്ഞപ്പോഴാ അർജുൻ്റെ ഒരു വിവരമില്ലല്ലോടാ. അജയന്റെ കല്യാണത്തിനെങ്കിലും വരുമെന്ന് വിചാരിച്ചതാ, വിളിച്ചിട്ടും കുറേയായി. അപ്പൊ അവനീ അടുത്ത് കണ്ടത് ഞാൻ തന്നെ. അതെപ്പോ? ഞാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മേത്തയുടെ ഫ്ലാറ്റ് വെച്ച് കൊടുത്തനായി ബോംബെ പോയില്ലേ? ഓ, ഞാനത് നിങ്ങളോട് പറയാൻ വിട്ടു. പറ. എന്ത് പറയാൻ, അവൻ നല്ല ചുള്ളനായിട്ട് ഇരിക്കുന്നുണ്ട്. അവനെ കണ്ടുകൊണ്ട് കാര്യണ്ടായി. തിരിച്ച് കൊച്ചിയിലേക്കുള്ള വണ്ടി കാശ് ലാഭായി. എങ്ങനെ? ആ സമയത്താണ് ഈ നാവികസേനയുടെ യുദ്ധക്കപ്പലില്ലേ വിക്രാന്ത്, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെന്തോ അറ്റകുറ്റപ്പണിക്കാർ കൊച്ചിയിലേക്ക് പോകണം.
അർജുൻ നേവിയിലാണല്ലോ. അവൻ എന്ത് ചെയ്ത് എന്നെ അതിലങ്ങോട്ട് കയറ്റി വിട്ട്. അതല്ല രസം. അതിന്റെ ക്യാപ്റ്റൻ അല്ലേ ഒരു സിഖുകാരനായിരുന്നു. സിംഗേ. ഓ ഇവരാ സിംഗ് ആയിരിക്കും. അല്ല ഹർഭജൻ സിംഗ്. ഞാനങ്ങോട്ട് ഓടി പോട്ടോ. ക്യാപ്റ്റൻ ആ കൂളാ. പുള്ളി ഉറക്കം വരുമ്പോ കപ്പൽ നമ്മളെ ഏൽപ്പിച്ചിട്ട് ഒറ്റ മുങ്ങല. ഓ സത്യം പറഞ്ഞ പകുതിയിലധികം കപ്പൽ ഓടിച്ചു ഞാനാ. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ വിചാരിച്ച പോലെ. ഷൈജേട്ടാ നിങ്ങളുണ്ടല്ലോ എന്തൊരു തള്ളാണ് ഷൈജേട്ടാ. കുട്ടിയൊക്കെ ഒരേ കാര്യം മനസ്സിലായി. വിവാഹ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ വനജ ജൂവലറി. ആ എന്താ ശോക, വണ്ടി എടുത്തില്ലേ? ഇല്ലടാ. അതെ, ആ പഴംപൊരി ആലിഞ്ചോട്ടിൽ ഇരിപ്പുണ്ടല്ലോ, ഒരു തെങ്ങും തൈയൊക്കെ പിടിച്ച്. തെങ്ങും തയ്യ? ആ ഇതെവിടുന്നാ? പോവാ. ടീച്ചർ എന്ത്? ചേച്ചി ഇന്ന് വരുന്നില്ല. ആണോ? ആ ചേട്ടാ ട്രിപ്പ് കഴിഞ്ഞൊന്ന് വരാവോ? അമ്മൂമ്മക്ക് തീരെ സുഖമില്ല. വരാ. മരുന്നിനൊക്കെ ഇപ്പൊ എന്ത് വിലയാണല്ലേ? എന്തായാലും രതീഷ് വന്നാ നന്നായി. അല്ല അത് കുഴപ്പമില്ല. രാവിലെ ഇവിടെയുള്ള ഓട്ടോക്കാരൊക്കെ വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. എന്ത് മനുഷ്യന്മാരാണല്ലേ. അല്ല ഇനി അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, പകർച്ചപ്പനിയാന്ന് അറിഞ്ഞിട്ടുണ്ടാവും. എന്ത് പനി? പകർച്ചപ്പനി. അങ്ങനെ പകർച്ചപ്പനി എന്ന് പറയണ പനിയൊന്നും ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും വരില്ല പകർച്ചപ്പനി. ആരത്? അമ്മൂമ്മ. ഞാനേ ഒരു ഓട്ടോ ഉണ്ട്, പോയിട്ട് വരാം. അമ്മമ്മ പോയിട്ട് വരാട്ടാ, നാളെ കാണുമോ? എന്താ? അതെ, ആകെയുള്ളത് 4 സെന്റ് ഭൂമിയാ. അതിലാണെങ്കിൽ കാരണവന്മാര് ഒരു തെങ്ങ് പോലും വെച്ചില്ല. അപ്പൊ ചമ്മന്തിക്കരൊക്കെ ഉണ്ട് ഇങ്ങനെ. പോവാ. നീ എന്താ ഇത്ര നാളായിട്ട് എന്നോട് പറയാഞ്ഞേ? നിനക്ക് വിഷമമുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. എന്നിട്ട് ഇന്ന് വൈകുന്നേരം രതീഷേ പോവല്ലേ? പോവല്ലേ? പിടിക്കേ. നല്ല ചെന്തങ്ങിന്റെ തയ്യ. ഇതാവുമ്പോ 4-5 കൊല്ലം കൊണ്ട് നല്ല ഫലഭൂയിഷ്ടായ തേങ്ങ ഉണ്ടാവും. മനസ്സിലായില്ല. കാരണവന്മാരായിട്ട് തെങ്ങൊന്നും വെച്ചിട്ടില്ലെന്നുള്ള പരാതി നമ്മുടെ മക്കളെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്റെ മക്കളെ കൊണ്ട് തേങ്ങ പറിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ലാന്ന്. ഞാൻ അത്രക്കൊന്നും വിചാരിച്ചില്ലായിരുന്നു. എന്നാ
ഇനിയിപ്പം അല്ല ഇനിയിപ്പോ എങ്ങനെ ടീച്ചറാ ഹലോ ആ ഇല്ല ഞാനിവിടെ ഉണ്ട് നല്ല നീരുണ്ടല്ലോ. എന്താ അച്ഛാ എന്ത് പറ്റി? ഏയ് ഒരു ചെറിയ മുട്ടുവേദന സാരമില്ല. ആ ഇപ്പൊ സുഖമുണ്ട് കേട്ടോ. സ്നേഹത്തോടെ ഇങ്ങനെ കുഴമ്പിട്ട് തടവി തരാൻ ഒരാളുണ്ടെങ്കിൽ ചെറിയൊരു മുട്ടുവേദനയൊക്കെ നല്ലതാ അല്ല അച്ഛാ? അവനെന്താ അങ്ങനെ പറഞ്ഞേ? നിനക്ക് മനസ്സിലായില്ലേ? എടി പ്രായപൂർത്തിയായ ആൺമക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ സ്നേഹസമ്പന്നനായ ഒരു അച്ഛന് മാത്രമേ സാധിക്കൂ. എന്ത്? ഈ കുഴമ്പ് അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അതിനീ കുഴമ്പനെന്നാ കുഴപ്പം? ഒരച്ഛനും മോനും. ഇത് കൊള്ളാലോ. പൂവനാണോ? ഇവള് സ്പെഷ്യലാ. അങ്ങ് മസനെ കൂടി താൻ വേണമെങ്കിൽ 2 കന്ന് കൊണ്ടുപോയിക്കോ. ഓ ആയിക്കോട്ടെ. വെറുതെ ഇവർക്കൊരു കന്ന് കൊടുത്തോട്ടെ. വാ. ഓ നിന്റെ മോന് കല്യാണം നോക്കുന്നില്ലേ? അത് അവന് തന്നെ നോക്കാവുന്നല്ലേ ഉള്ളൂ. നിന്റെ മോളിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഗ്രാമീണ ബാങ്കിൽ ജോലിയുണ്ട്. ആലോചനകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ഒന്നങ്ങ് ശരിയാകുന്നില്ല. മോളോടെ മോളെ നീ എന്താ ആലോചിക്കുന്നേ? അല്ല നമുക്ക് ഇതൊന്നും ആലോചിച്ചാലോ? അത് അവനല്ല തീരുമാനിക്കേണ്ടത്. എന്താ ശോക, അവൾക്കൊരു ഇഷ്ടക്കേടും കാണില്ല. ഇത്രയ്ക്ക് വിനയവും സൽസ്വഭാവവും തറവാട്ടുമായ്മയുള്ള ഒരു ചെറുക്കൻ നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടോ? പോരാത്തതിന് സർക്കാർ ഉദ്യോഗസ്ഥനും. നിന്റെ മോളെ പോലെ അടക്കോ ഒതുക്കവും വിനിയോഗവും പെൺകുട്ടി വേറെ ആരാ ഇവിടെ ഉള്ളേ? പോരാത്തിന് ബാങ്ക് ജോലി. എന്നാ പിന്നെ നിന്റെ മോന്റെ ജാതകം ഒന്ന് കൊടുത്തു വിടും. ഓ അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. അപ്പൊ കാണാം. ശരി. പിള്ളേർ വിളിക്കുന്ന അച്ഛൻ കണ്ടിട്ട് നിർത്ത്. ഈ അച്ഛൻ്റെ ഒരു കാര്യം. എന്താ അച്ഛാ? അവരൊന്നും വഴക്കുന്നില്ലേ? അതെടുക്കാൻ മറന്നുപോയി. അത് നല്ലതാ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? പളയ്ക്കാം. പൊക്കമില്ല, നിറമില്ല, കാണാനും കൊള്ളൂല. പിന്നെ ഈ സർക്കാർ ജോലി എന്ന് പറയുന്ന വില്ലേജ് ഓഫീസിലെ ക്ലർക്കല്ലേ? എനിക്കിത് ഇഷ്ടമല്ല, എന്നെ നിർബന്ധിക്കണ്ട. ഈ പൊക്കത്തിലും നിറത്തിലൊക്കെ എന്തടി ഒരു കാര്യമുള്ളത്? ഓഹോ, എന്നിട്ട് അമ്മയുടെ ഭർത്താവിനും നല്ല സൗന്ദര്യം പൊക്കമൊക്കെ ഉണ്ടല്ലോ. അതെ, അശോകൻ നല്ല പയ്യനായി. എന്നെ നിർബന്ധിക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല അമ്മേ. നീ അവളോട് കിടന്ന് ബഹളം വെക്കണമെന്ന് പറ. ജാതകം കൊണ്ടുവരുമ്പോ ഒത്തില്ലാന്ന് പറയണം. അതല്ലേ ഉള്ളൂ. അല്ല പിന്നെ അശോക, എന്ത് പറ്റി? അവരെല്ലാം പറഞ്ഞോ? നമുക്കിതിനേക്കാളും നല്ല പെണ്ണെ കണ്ടുപിടിക്കാടാ. ഇന്നാരാണ്ട് മോൾ ഇത്ര വലിയ സംഭവമാണോ? ബാങ്കിലൊരു ജോലി, അതും ഗ്രാമീണ ബാങ്ക്, അത്രയല്ലേ ഉള്ളൂ. പിന്നെ അവര് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് നോക്കി, അത്രേ ഉള്ളൂ. ദേ നമുക്കേ ആ ബാലമ്മക്കിൻ്റെ മകളെ ഒന്ന് ആലോചിക്കാം. നല്ല സുന്ദരി കുട്ടിയാ, LLB കഴിഞ്ഞ കുട്ടിയാ. നമുക്ക് നടത്തിയിടുന്ന കാര്യം. നീ കയറിക്കേ. അല്ല എനിക്ക് ഈ കുന്തനാണ്ട് ഓടിക്കാൻ അറിയാമല്ലോ. നീ കയറിക്കേ ഓടിക്കും. കേറുന്നില്ലേ?
പറഞ്ഞത് സത്യമാണെങ്കിലും അവള് പറഞ്ഞ് ശരിയായില്ല. അശോക, ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ തളരരുത്. ഫിലിപ്പ് പക്ഷിയെ പോലെ നീ പറന്നു ഉയരണം. പറക്കോ പറക്കോ. എന്ത് പക്ഷി? ഫിലിപ്സ്. ഫിലിപ്സ് അല്ല, പാനസോണിക്. ഏതായാലും ആ പിള്ളേരെ കൊണ്ടുവിടാൻ തുടങ്ങിയിട്ടേ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, കുറച്ച് മാത്രം. അപ്പൊ പോയിട്ട് വരാം. ഫിനിക്സ് പക്ഷി. ഒരു സ്പെല്ലിംഗ് മാറിയെന്നല്ലേ ഉള്ളൂ, പറന്നാ മതി. അതെ ഷൈജു, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ നാളെ ഉച്ചയ്ക്ക് എല്ലാരും ഭക്ഷണം കഴിക്കാൻ എവിടെ വരണം കേട്ടോ. എന്താ വിശേഷം? ഇന്നാള് കല്യാണം കഴിഞ്ഞില്ലേ അജയനെയും പെണ്ണിനെയും, അവരെ വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. പൂർത്തി. ഓൾ ദ ബെസ്റ്റ്. കഴിഞ്ഞത് വണ്ടി എടുത്തേ. പിന്നെ അവനെ കാണാണ്ടാണ് ഞാൻ പറ്റില്ല. അജയ അയ്യോ, അശോക സുഖല്ലേ? വിരുന്നൊക്കെ എവിടം വരെ ആയി? ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? മോളെ കുറച്ചുകൂടെ ചോറിടട്ടെ? വേണ്ട മായി, വയറ് നിറഞ്ഞു. വിരുന്ന് തന്നെയല്ലേ. എടാ, നിനക്ക് ലീവ് കുറേ ഉണ്ടോ? 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ഞാനതൊക്കെ പറഞ്ഞു 2 മാസമാക്കി. അത് നന്നായി. ഇപ്പഴല്ലേ ലീവ് വേണ്ടത്. ഓ, ഞാൻ വരുന്നു. ഞാനിപ്പോ വരാം. ഓ, അമ്മേ കുറച്ചുകൂടെ തോരൻ. വാഴപ്പിണ്ടി തോരൻ ഇവന് വലിയ ഇഷ്ടം. അതുണ്ടെങ്കിൽ ഇവൻ ഒരു പറ ചോറുണ്ണും. അജേട്ടാ, നിങ്ങൾ ഈ ഹണിമൂണൊക്കെ പോയി കഴിഞ്ഞാ? പിന്നെ ഹണിമൂണൊക്കെ ഞങ്ങള് കുളു മണാലിയിൽ പോയി ആഘോഷിച്ചു. അല്ലേ? കുളു മണാലി. ഈ കുളു മണാലി നല്ല ബെസ്റ്റ് സ്ഥലം. ചേട്ടാ, നിങ്ങൾ ഈ കുളു മണാലി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കുളു മണാലി നല്ല ബെസ്റ്റ് സ്ഥലം. ഞാൻ ചോദിച്ചതേ പറയുള്ളൂ. എടാ ജയ, ഈ കുളു മണാലിലൊക്കെ സ്ഥലത്തിന് ഇപ്പം എന്താ റേറ്റ്? എന്റെ ഷൈജോട്ടാ, അതിന് ഞങ്ങൾ കുളു മണാലിയിലേ സ്ഥലക്കച്ചവടത്തിന് പോയതല്ല. അയ്യോ, വെള്ളം കുടിച്ചു. ഓക്കെ അല്ലേ? നീ അയച്ചോ? അശോക, ഈ മുരിങ്ങക്കായ വേണ്ടേ? നല്ല പായസം അല്ലേ? പായസത്തിന്റെ ഉണ്ണിയപ്പത്തിന്റെയും കാര്യത്തിൽ അമ്മായി ഒരു പുലിയാ. അതുകൊണ്ടെന്താ, വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ പിള്ളേരെല്ലാരും കൂടെ ഈ തറവാട്ടിലങ്ങ് ഒത്തുകൂടും. പിന്നെ ഇവിടെ അങ്ങ് ബഹളവാ. എന്തൊക്കെയായാലും ഞാൻ തന്നെ ആയിരിക്കും എല്ലാത്തിലും ബസ്റ്റ്. അതിപ്പോ കുറ്റിപ്പന്തായാലും പാട്ടായാലും. ചേട്ടൻ പാട്ടൊക്കെ പാടൂ? പിന്നെ എന്റെ എത്ര പാട്ട് നീ കേൾക്കാൻ കിടക്കുന്ന പറയാ. ഇത് അത് അർജുൻ, രഞ്ജിനി മൂത്തമ്മയുടെ മോനാ. കല്യാണത്തിനോ? ഇല്ലായിരുന്നു. ഇന്ത്യൻ നേവിയിൽ ഏതോ വലിയ ഉദ്യോഗസ്ഥനാ. ലീവ് കിട്ടിയില്ലായിരുന്നു. കഴിച്ചു. ഓ, പിന്നെയും എന്ത് രസം. എന്താ ഉള്ളിനൊക്കെ നോക്കണത്? ഏയ്, എൻ്റെ പ്രായം അവന്. പക്ഷെ അശോക, നീ കുറച്ചും കൂടി വളരണം. അമ്മയ്ക്ക് അച്ഛനൊക്കെ തോന്നണ്ടേ നിനക്ക് കല്യാണ പ്രായമെന്ന്? അത് പിന്നെ ഈ ഒറ്റമോനായതുകൊണ്ടാ. പക്ഷേ അത് നിന്റെ കുഴപ്പമില്ലല്ലോ. രതീഷേ, എന്താ പരിപാടി? ഒരു 2-3 ദിവസം കൂടി ഉണ്ടാവുമല്ലോ. പറ്റില്ലടാ, വൈകുന്നേരം പോണം. പോയിട്ട് ഒരുപാട് പരിപാടികളല്ലേ. അയ്യോ, പിന്നെ എന്താ കാണുക? ഇനിയിപ്പോ നമ്മളെ അശോകന്റെ കല്യാണത്തിന് വല്ലതും നടക്കുവോ?
അയ്യോ ചെല്ല് ഒക്കോ അമ്മായിടെ മോനല്ലേ? അപ്പൊ ഞാനാ ഉത്തരം പറഞ്ഞേ. മോൻ എടുക്കനല്ലേ? അച്ഛൻ അച്ചു അച്ഛാ ആ നീ ഇതെങ്ങടാ? അമ്മൂമ്മേനെ കാണാൻ. എനിക്കൊരു മിഠായി വാങ്ങിത്തരോ അച്ഛാ? മോനെ മിഠായി വേണം? ആ എന്ത് മിഠായി വേണം? മഞ്ച്. മഞ്ച് മതിയാ? ആ ഇപ്പം തരാവേ. ചേട്ടാ ഒരു മിഠായി എടുക്കുവാണേ. എന്നാ നീ ഒരു മുതാ. എന്നോട് കാണിക്കുന്നത് മനസ്സിലാക്കാം, പക്ഷേ മോനോട് എന്തിനെങ്ങനെ? വാ മോനെ. അശോകേട്ടാ, 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 ദൈവമേ കന്ന്. അശോകേട്ടാ, അശോകേട്ടാ ഒന്ന് നിന്നേ. അശോകേട്ടൻ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയേ? ചീത്ത പറയാനാണെങ്കിലും കളിയാക്കാനാണെങ്കിലും ആൾക്കാരുടെ മുമ്പ് വെച്ച് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അന്ന് ശരിക്കും വിഷമമായല്ലേ? വിഷമം? അതെ, ഞാൻ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് പറഞ്ഞത് അശോകേട്ടൻ മോശക്കാരനായതുകൊണ്ടോ അശോകേട്ടന് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ല. എനിക്ക് വേറൊരു ഇഷ്ടമുള്ളത് കൊണ്ടാ. എന്തായാലും ആ ചെക്കൻ ഭാഗ്യവാനാ. അതിന് അശോകേട്ടൻ എന്താ ഭാഗ്യത്തിന് കുറവ്? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ പ്രേമിക്കുന്നവരെയും പുറകെ നടക്കുന്നവരെയും കളിയാക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, എന്നെ ഒന്നും പ്രേമിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അശോകേട്ടനെ ഒരുപാട് പേര് സ്നേഹിച്ചിട്ടുണ്ടാവും. ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല. അശോകേട്ടന് സ്നേഹം തോന്നിയ കുട്ടികളോടൊക്കെ അശോകേട്ടൻ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ? പേടിയാ. അതുപോലെ ആ കുട്ടികൾക്കും പേടി ഉണ്ടാവില്ലേ? ഉണ്ടോ? ഇപ്പോഴും ആരൊക്കെയോ പ്രേമിക്കുന്നുണ്ടാവും. സമയമാകുമ്പോ അതൊക്കെ അശോകേട്ടനിലേക്ക് തന്നെ എത്തും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അശോകേട്ടൻ കിട്ടുന്ന കുട്ടി ഭാഗ്യവതിയാ. ആണോ? പിന്നല്ലാതെ. എന്താ? എടി നീ പോയി ആ പാലൊന്ന് വാങ്ങിട്ട് വന്നേ. എന്നെ കൊണ്ടൊന്നും വയ്യ, അവനോട് പറയാ. ആ ചെക്കൻ കളിക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. പിടിക്കേ. എന്ത് കഷ്ടമാ. എത്ര തല്ല് കിട്ടിയാലും അവൻ പഠിക്കില്ല.
ചേച്ചി ചേച്ചി എന്ത് ചെയ്യുമായിരുന്നു? ഒന്നുമില്ല. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. എന്താ നിനക്കെന്താ വേണ്ടേ? അച്ഛൻ വിളിക്കുന്നു. നീ പോ, ഞാൻ വന്നോളാം. എടാ പോടാ. പോവാണ് പോവാണ്. അമ്മ ഇവിടെ വെച്ചിരുന്ന പേപ്പറൊക്കെ എന്തേ? അതാ പഴയ പത്രം എടുക്കാൻ തമിഴന്മാര് വന്നിരുന്നു, അവർക്ക് എടുത്തു കൊടുത്തു. ചരിത്രം അല്ലേ? ഈ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 4 വഴി നമുക്ക് ഈ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാ? ഞാൻ വന്നില്ല, വൈകി അച്ഛൻ ചീത്ത പറയും. ഈ ടെക്നിക്ക് എന്താണ്? സേമിയ പായസ. എന്നോക്കെ ഞാൻ വരാം. അമ്മാമ്മേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എടി നീ എന്ത് പരിപാടി കാണിച്ചേ? എന്ത് പരിപാടി? എടി അമ്മാമിക്ക് ഷുഗറാ എന്നും പറഞ്ഞ് എനിക്ക് പിറന്നാളിന് മുളക് വെച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? നീ ഇങ്ങോട്ട് വന്ന് ഈ ബാഗ് ഒന്ന് മുകളിൽ വെച്ചേ. ഇത് കൂടെ വെച്ചോ. എന്താ ശ്യാമേ,
പെയ്യും നിലാവുള്ള രാവിൽ ആരോ ആരോ ആമ്പൽ മണിപ്പൂവിനുള്ളിൽ വന്നേ ആരോ വാർമേഘവും വെൺതാരവും മഞ്ഞും കാറ്റും കാണാതെ താനേ വന്നേ ഇരുമിഴികളിൽ അണിവിരലൊടു തൂവുന്നു പൂവില്ല വേനൽ കിനാവിൻ തൂവൽ പൊഴിഞ്ഞേ കാണാതെ നിന്നിൽ ചേരുന്നതാരോ തൂമാരിവില്ലിൻ ചായങ്ങളാലേ ഉള്ളം തലോടാൻ കൈനീട്ടിയാരോ കാതോരം വന്നോരോ നിമിഷത്തിൽ ഈണങ്ങൾ മൂളും ആരോ മൗനം പോലും തേനായേ മാറ്റും ആരോ മേഘം പോലെ മഴനീർ കുടമനുരാഗം തോരാതെ തന്നേ ആരോ. അശോകേട്ടാ, ഈ പകൽ ഒരു കാര്യമില്ലാതെ കത്തിയിരിക്കണ സൂര്യനേക്കാൾ നല്ലത് രാത്രി നമുക്ക് ഇത്രയെങ്കിലും വെളിച്ചം തരുന്ന ചന്ദ്രനല്ലേ? അപ്പ അശോകേട്ടൻ ചന്ദ്രനാ. രാത്തീരത്തിൻ ആമ്പൽ പൂവോ മാനത്തെ മോഹത്തിങ്കളോടു ചേരും നേരം പ്രേമത്തിൻ ആദ്യ സുഗന്ധം ഇരവതിൻ മിഴികളോ ഇവരെ നോക്കി നിൽക്കുമിഴമുറിയ കാവൽ പോലെ ആരോ ദൂരെ ആത്മാവിൻ ഗീതം പാടും ഏതോ മേഘം മഴനീർ കുടമനുരാഗം തോരാതെ പെയ്യും മേലേ. ഈ പ്രേമിക്കുന്നവരുടെ ചിത്രം വരച്ച് സൂക്ഷിക്കുന്നത് അത് കുറച്ച് പൈങ്കിളിയല്ലേ? കുളത്തിൽ വന്നാലും കോരി കുളിക്കുന്ന ആളല്ലേ, അപ്പൊ ഇത്തിരി പൈങ്കിലൊക്കെ ആവാം. അപ്പൊ നീ എന്റെ കുളി കണ്ടു. എന്ത് അച്ഛൻ ഇറങ്ങി പാടി കണ്ടവന്റെ കൂടെ കറങ്ങി നടക്കാല്ലേ. വീട്ടിലേക്കോ ഞാൻ വെച്ചിട്ടുണ്ട്. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? അല്ല, അശോകേട്ടൻ എന്താ പതുക്കെ സംസാരിക്കുന്നേ? നീ പതുക്കെ സംസാരിക്കുന്നുണ്ടാ ഞാൻ പതുക്കെ സംസാരിക്കുന്നത്? ആ ആണോ? അതെ. പിന്നെ അച്ഛൻ ഒത്തിരി തല്ലിയോ? മുന്നേ ഒത്തിരി വട്ടം തല്ലിയിട്ടുണ്ടെങ്കിലും കണ്ണീന്ന് പൊന്നീച്ച് പറക്കുന്നത് ആദ്യമായിട്ടാ. സാരല്ല, എല്ലാം നമുക്ക് വേണ്ടിയല്ലേ.
വലിയ തറവാട്ടുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചെക്കൻ വില്ലേജ് ഓഫീസിൽ വെറും ഒരു ക്ലർക്കല്ലേ? ആന്നേ. ആ ദുബായ്ക്കാരൻ്റെ ആലോചന ശരിയായി വന്നതാ. നാളെയാണേ അവർ പെണ്ണ് കാണാനും വരുന്നുണ്ട്. ഓ, ഞാനും പ്രഭാട്ടിനും മാറിയും തിരിഞ്ഞ് അവളോട് പറഞ്ഞു നോക്കിയതാ. അവളുടെ തല വല്ലതും കയറണ്ടേ? എന്നാ വെച്ചേക്കട്ടെ, പാലടുപ്പത്താ. സുമേഷ് എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായ് തന്നെ. ഓ, ദുബായ് തന്നെയല്ലേ? എടാ, അടങ്ങിയിരിക്കണം. 2 വർഷമായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്നത്. നിങ്ങൾ ഒരുമിച്ചാണോ ജോലി ചെയ്യുന്നത്? ശ്യാമ ബുർജ് ഖലീഫ എന്ന് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. സാരമില്ല, കല്യാണം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോവാലോ. എന്തേ ശ്യാമയ്ക്ക് ദുബായ് ഇഷ്ടമല്ലേ? ചെക്കന് ദുബായിലല്ലേ ജോലി? ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ. അപ്പം നല്ല പൊക്കം കാണും. 6 അടി. 6 അടി. പക്ഷെ അശോകേട്ടാ, ജീവിതകാലം മുഴുവൻ 6 അടി പൊക്കക്കാരൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കണേക്കാളും എനിക്കിഷ്ടം അശോകേൻ്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കാനാ. ഷൈജേട്ടാ, കംപ്ലീറ്റ് പഞ്ച് ഡയലോഗ് അല്ല. അശോകൻ പൂത്തല്ലോ. വീട്ടിൽ പോണേ. ആ വഴി പോയാ ആ വഴി പോയാ അങ്ങോട്ട് പോടാ. പഴംപൊരി നിന്റെ അച്ഛൻ അള്ളാനെ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എടി വാതിലൊന്ന് തുറക്ക്, ഒന്ന് തുറക്ക് മോളെ. രാവിലെ എന്തോ പിച്ചും പയ്യും പറഞ്ഞ് മുറിക്കകത്ത് കയറി കഥ കടിച്ചതാ. വിളിച്ചിട്ടാണെ തുറക്കുന്നില്ല. ആ അശോകണ്ണെ കടിച്ചു കൊടുത്തു ചത്തുവെന്നാ പറഞ്ഞേക്കുന്നത്. എനിക്കൊന്നും അറിഞ്ഞൂടാ. മോളെ, ചേച്ചി ചേച്ചി മോളെ. രാഹു 7 കേതു. 2 ജാതകങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾക്കെതിരെ കണ്ണടയ്ക്കാമെന്ന് വെച്ചാലും ഒരു കാര്യം പറയാതെ വയ്യ. അശോകന്റെ ജാതകത്തിൽ ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. ഈ ജാതകന് ആദ്യ ഭാര്യ വാഴില്ല. എന്നുവെച്ചാൽ അശോകൻ ആദ്യം താലി ചാർത്തുന്ന പെണ്ണിന് മരണം സുനിശ്ചിതം. മോളെ ശ്യാമേ, മോളെ ശ്യാമേ, ശ്യാമേ എഴുന്നേക്ക്, കണ്ണു തുറക്ക്. ശ്യാമേ, മോളെ ശ്യാമേ.
ഇതിപ്പോ 4-5 മാസമായില്ലേ? നീ ഇപ്പോഴും അവളെ ആലോചിച്ചോണ്ടിരിക്കണം. അവള് കെട്ടി ദുബായിലെത്തി. അശോകനെ കെട്ടാൻ വേണ്ടി ചാവാനൊരുങ്ങിയ പെണ്ണ കെട്ടിയാ ചാവുന്നപ്പം അവൾ ഈവനും കൊണ്ട് ഓടി. 1000-2000 കേസ് ഉണ്ടായാലും ഇവനോട് ഞാൻ പറഞ്ഞാണ് ഒരാളെ രണ്ട് ജാതകം മാറ്റാന്ന്. അപ്പൊ ഇവന് പറ്റൂല. എന്നിട്ട് ഇത് ഒരു പെണ്ണിന്റെ ജീവൻ കളഞ്ഞിട്ടുള്ള ജീവിതം വേണ്ട അശോകന്. അല്ലെങ്കിൽ ഈ പെണ്ണ് കെട്ടിയില്ല എന്ന് കരുതി ജീവിതമൊന്നും ഇല്ലാതാവില്ലല്ലോ. കുറച്ച് സ്വപ്നങ്ങൾ മാത്രമല്ലേ. അശോക, നീ ഇങ്ങനെ വിഷമിക്കല്ലേ? മക്കളെ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയൊക്കെ ചൂട്ടും പിടിച്ച പാവം മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മുന്നിലേക്ക് വല്ലാത്തൊരു ഇരുട്ട് വന്ന് നിറയും. മനസ്സിനെ പോലും കറപ്പിക്കുന്ന ആ ഇരുട്ടിലും നമ്മളെ തന്നെ നോക്കിച്ചിരിക്കുന്ന ഒരു തരി വെട്ടം അതെവിടെയെങ്കിലും കാണും. നിരാശ നിറഞ്ഞ മനസ്സുകൊണ്ട് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റുന്ന വരില്ല. എനിക്കും അതങ്ങനെ തന്നെയായിരുന്നു, നിന്റെ അമ്മ ഈ പടി കയറി വരുന്നത് വരെ. ഈ ജാതകത്തിൽ 7ാം ഭാവാധിപൻ അല്പം ബലഹീനനാണ്. 8ാം ഭാവത്തിൽ സൂര്യൻ, പാപഗ്രഹ ദോഷദൃഷ്ടി. ആദ്യ വിവാഹം വിരഹത്തിലോ ഭാര്യയുടെ മരണത്തിലോ അവസാനിക്കും. അത് അച്ചട്ട. അശോകൻ രാജ്യവും പരിവാരങ്ങളും നഷ്ടപ്പെട്ട് ഒളിച്ചോടിപ്പോകേണ്ടി വന്ന സാക്ഷാൽ അശോക ചക്രവർത്തി തന്നെയാണ് അവസാനം എല്ലാം വീണ്ടെടുത്തത് അല്ലേ? പരിഭ്രമിക്കണ്ട, പരിഹാരമുണ്ട്. ദോഷങ്ങളൊക്കെ മാറും. വധുവാണെന്ന് സങ്കല്പിച്ച് താലി കെട്ടണം. ഒരു വാഴയെ. ഹൈ. അതെ, ഒരു വാഴയെ പുതുപ്പെണ്ണായി സങ്കല്പിച്ച് ഭാര്യയാക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് താലി കെട്ടണം. പുലർക്കാലെ ശുഭമുഹൂർത്തം. എന്നാലും ഒരു വാഴ, അത് ഇക്കാലത്ത് വേറൊരു വഴിയില്ലേ? അല്ലാതെ ഈ ജാതകത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് ഇല്ല. പ്രയാസ. ഇനി കിട്ടിയാലും തന്നിലെ ദോഷം അങ്ങ് തീർക്കുന്നതല്ലേ ഉത്തമം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ. ജീവനില്ലാത്ത ഒരു നിലവിളക്കിൽ അമ്മയ്ക്ക് കൃഷ്ണനെ കാണാൻ കഴിയുന്നെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഒരു വാഴയെ എൻ്റെ ഭാര്യയായി സങ്കല്പിച്ചുകൂടാ? ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്റെ പൊന്നു, എന്താടാ മനോഹര രാവിലെ തന്നെ ഒരു ചിരി? സാറേ, രാജസ്ഥാനിലെ മഴ പെയ്യിപ്പിക്കാൻ തവളനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. എന്താ ഏർപ്പാടാണ് സാർ? അതല്ല, അതിലപ്പുറം ചിലപ്പോൾ നടക്കും. ഹിന്ദിക്കാരല്ലേ, ബോധമില്ലല്ലോ. നോക്കട്ടെ, എവിടെ? അല്ല സുഖ, ഇതിലിപ്പോ ഏതാ പെണ്ണ്? തവളയേക്കാൾ നല്ലത് വാഴ തന്നെയാണ് എന്ന് കരുതി അങ്ങനെ ഏതിനെങ്കിലും കയറി കെട്ടാൻ പറ്റുമോ? കെട്ടുവാണ് ഒരു സുന്ദരിയെ തന്നെ കെട്ടണം. പ്രകൃതിയിൽ നാരീരൂപം പൂണ്ടു നിൽക്കുന്ന ഇതിലും നല്ലൊരു സൃഷ്ടി വേറെ ഏതാ? തടി കൂടുതല. ഇവക്ക് വയസ്സായി.
മോൾക്ക് നല്ല ഉയരമാണല്ലോ. ഗർഭിണിയാ? എന്റെ ഹൈറ്റിനും വെയിറ്റിനും പറ്റിയ ഒന്നുമില്ല. ചേട്ടാ ഇതൊക്കെ അല്ലേ? ആ ഇതിനെത്ര? ജനിക്കുകയാണെങ്കിൽ ഇവനെ പോലൊക്കെ ജനിക്കണം. എനിക്കൊരു ബോളിൽ ഞാൻ എന്തായാലും ഇവന് വെട്ടിച്ചു. ആരാ കഞ്ചേ? ഇത് നീയല്ലേ? അശോക, അശോക കഴുത്തിന് സുഖമില്ലേ? തിരുനോക്കളല്ല. ഇവനെങ്ങടി പോണു? ഇവനെന്താ ഇലക്ഷൻ പ്രചാരണം എന്തെങ്കിലും ഉണ്ടോ? അമ്മേ, അമ്മ രാവിലെ എപ്പോഴാണ് എഴുന്നേക്കുന്നത്? ഒരു 5:30 മണി. എന്തേ? അല്ല, ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. അച്ഛന് മൂത്ത് ഒഴിക്കുന്നുണ്ട് സമയം. അയ്യോ, അച്ഛൻ പൂട്ടിയോ? പറഞ്ഞ സമയത്ത് പറഞ്ഞപ്പം ചതിച്ചു എന്ന് വിചാരിച്ചല്ലേ? ചതിച്ചത് അച്ഛനാ. നാളെ എന്തായാലും നമ്മുടെ കല്യാണം. ഇത് അശോകൻ തരുന്ന വാക്കാ. മുന്നിലത്തെ വാതിൽ കൊടുത്തു. അയ്യോ, അച്ഛൻ്റെ കാല്. ഈ അച്ഛന് ഉറക്കമില്ലേ?
അനുഗ്രഹിക്കണം. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ അമ്മേ 3 പായസം കൂടെ. എന്താ പായസ? സേമിയ. നീ എന്തെന്ന് ഓഫീസിൽ കൊണ്ടിരുന്നേ? എന്തിനാ ഇപ്പോൾ ഉടനെ? 2 ദിവസം കഴിയട്ടെ. ആ പായസം വന്നല്ലോ, അവനോടുക്ക്. ഇന്നെന്താ വിശേഷം? ഓ വിശേഷമൊന്നുമില്ലടാ. ഇവന് പായസം വേണമെന്ന് പറഞ്ഞപ്പോഴേ വെറുതെ ഉണ്ടാക്കിയതാ. നന്നായി. രതീഷേ, റാണിമോക്ക് വിശേഷം വല്ലതും ഉണ്ടോടാ? വലിയ വിശേഷമൊന്നും ആയിട്ടില്ല. ഓ അതെന്താ കുട്ടികൾ വേണ്ടെന്നാണോ? അതല്ല ഏട്ടാ, ഈ ഏണ്ട് ഗുണപ്പെട്ടില്ലേ, അത് ശരിക്കും പഠിച്ചിട്ട് മതി കുട്ടികൾ നമ്മള് പറയണേ. കണക്കിന്റെ ടീച്ചറായിട്ട് അവർക്ക് ഏണ്ട് ഗുണനെപ്പറ്റിക്ക് അറിയാൻ പാടില്ലേ? ഒറ്റടി അവൾക്കല്ല, എനിക്ക്. ആ എന്നാലും എന്തിനായിരിക്കും ഏണ്ട് ഗുണനെപ്പറ്റിക്ക? അതിനായിരിക്കും. ഷൈജു, നീ എന്തൊക്കെ ഈ പറയുന്നേ? നീയും ആശയും തമ്മിൽ ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടോ? എടാ, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ സൗന്ദര്യപ്പണക്കൊക്കെ സ്വാഭാവിക. പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ നോക്ക്. ഇതൊന്നും അങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ല. തീർന്നാലും അതിൽ വലിയ ലാഭമൊന്നുമില്ല. ഇതെന്താടാ ലാഭവും നഷ്ടവും നോക്കാൻ നിന്റെ സ്ഥലക്കച്ചവടം വല്ലതും ആണോ? ലാഭം കിട്ടണ എന്തോ നീ കണ്ടുവച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ചേച്ചി എന്താടാ, റാണിക്ക് വിശേഷമൊന്നുമല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ഓരോന്ന് പഠിച്ചിട്ട് അല്ല നോക്കിക്കൊണ്ടിരിക്കണേ. എവിടെ പോയിട്ട് വരുന്നു? റഷീദ് വക്കീലിനെ കാണാൻ പോയതാ. ഒന്നുമില്ല, ഇന്നലെ ആളുടെ വക്കീൽ നോട്ടീസ് വന്നിരുന്നു. പിരിയാൻ തന്നെയാ ആളുടെ തീരുമാനം. പോവാൻ മോനെ. ചേട്ടാ, രതീഷ് ഒന്ന് നിർത്ത്. ചേട്ടാ, കാര്യങ്ങൾ ഇത്രയൊക്കെ എത്തിക്കാൻ ആ ചേച്ചി എന്ത് കേട്ടാ ഇത്? നിനക്കിതല്ലാതെ വേറെ ഒന്നും സംസാരിക്കാനില്ലേ? ഇതിനൊക്കെ വലുതായിട്ട് ഞാൻ വേറെ എന്താ പറയേണ്ടത്? ഞാൻ പോവാ. ഷാജേട്ടാ, പോവാൻ വേണ്ടി പറഞ്ഞല്ല. പറ ഷാജേട്ടാ, പോലെ. ഷാജേട്ടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഷാജേട്ടാ, നീ എന്താ പുള്ളിയെടുത്തൊന്നും പറയണ്ടെന്ന്? ഷൈജുവേട്ടൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഞാനെന്ത് പറയാനാ? അതൊക്കെ പോട്ടെ. എങ്ങനെയുണ്ടോ നിന്റെ ജീവിതം? സത്യം പറയാലോ, വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എടാ, നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കാൻ ഒരാൾ. എന്തിന് വീട്ടിലെത്താൻ വൈകിയ ആദ്യം പിടിച്ച് കാത്തിരിക്കും. അല്ല, നീ എന്തെന്ന് നേരത്തെ പോകാന്ന് പറഞ്ഞേ? ഓ, എന്തിനാടാ വെറുതെ നേരം വൈകിട്ട് വീട്ടിലുള്ള പെണ്ണുങ്ങളെ ആദ്യം പിടിപ്പിക്കുന്നത്? നാളെ മുതൽ ഓഫീസിൽ പോണം. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പോവല്ലേ, എല്ലാവർക്കും മധുരം കൊടുക്കണം. നിലാവെളിച്ചത്തില നീ കൂടുതൽ സുന്ദരി. ആരുടെ അവിടെ? അയ്യോ,
നിങ്ങളുടെ മോനെ കെട്ടിക്കാറായി. ഞാനൊന്നും പറയുന്നില്ല. അച്ഛൻ്റെ അല്ലേ മോൻ, പിന്നെ എങ്ങനെ? എന്നാ പോട്ടെ, വൈകിട്ട് കാണാം. ശരിയാ, നിർത്തി. ഈ നാട്ടിൽ എന്തോരം വാഴകളാ അല്ലേ? മൊത്തം വെട്ടി നമുക്ക് ജാതി വെക്കണം. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എനിക്ക് ഓഫീസിൽ പോകാനുള്ള. ആ ദേ, ആ നാരായണന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വാഴേ അത് കൊലച്ചുട്ടോ. അതെ, നല്ല ഒന്നാം തരം മസന കൂടി വാഴയാ. ആ എങ്ങോ നിന്നു വന്നു നീ, ഇന്നെൻ ഉള്ളിൽ നിറയുന്നു. പതിയെ ചാരേ വരുമോ നീ, അരികെ അഴകായി വരുമോ നീ. എന്തോന്നാ അത്? എടുത്തോണ്ട് പോടേ. അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇന്നെൻ കാതിൽ സ്വരമാകുന്നു, സ്നേഹം പൊഴിയും രാവാകുന്നു. മഴയാകും നീ, കുളിരാകും നീ. ആ കള്ളൻ സ്ട്രോങ്ങാ. കൊള്ളാം. സൂക്ഷിച്ചു നോക്കണേ. റോഡിലെ കുണ്ടും കുഴിയും ഗർഭിണി പാതി വഴിയിൽ പ്രസവിച്ചു. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അയ്യോ, അച്ഛനും അമ്മയും വരാൻ സമയമായി. പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അതാ വന്ന് നോക്കിയ. പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നെൻ വഴിയെ നിഴലാകുന്നു നീ, എന്നിൽ പൊഴിയും ഹിമമല്ലേ നീ. നിറമാകും നീ, മനമാകും നീ. ആ
ഒടിഞ്ഞു വീണപ്പോൾ തെക്കേപ്പുറത്തെ തെങ്ങിൻ്റെ ചോട്ടിൽ വെട്ടിയിട്ടിരുന്നു. വിട ചൊല്ലിയകലെ പോയി മറയുമ്പോൾ ഒരു നുള്ളു മണ്ണിൻ കനവിലിടില്ലേ വിരഹാർദ്രമായി ഞാൻ നടന്നകലുമ്പോൾ മിഴിനീരു കൊണ്ടിൻ കവിളിൽ തൊടില്ലേ അശോക വാഴപ്പിണ്ടി തോരനാ. അധികം മൂക്കാത്തോണ്ട് നല്ല രുചിയുണ്ട്. കഴിച്ചോ. അശോക, അശോക എഴുന്നേക്ക്. രാത്രി ഒന്നും കഴിക്കാതെ കിടന്നല്ലേ, വന്ന് ചായയെങ്കിലും കുടിച്ചൂടെ? അശോക, അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ? മനുഷ്യന് കുറച്ച് സ്വസ്ഥത തരുമോ? ശല്യപ്പെടുത്താ പൊക്കെ ഓക്കെ. ഇനിയൊരു ജന്മം നിൻ കൂടെയായാൽ സഖിയൻ മോഹങ്ങൾ നിറമണിയും നേരം. ഇനിയൊരു ജന്മം നിൻ കൂടെയായാൽ സഖിയൻ മോഹങ്ങൾ നിറമണിയും നേരം. മഴ പെയ്തു തോർന്നോരാ ജീവിത വഴിയിൽ മഴവില്ലിൻ നിറമെല്ലാം പോയി മറഞ്ഞു. വിട ചൊല്ലിയകലെ പോയി മറയുമ്പോൾ ഒരു നുള്ളു മണ്ണിൻ കനവിലിടില്ലേ. സത്യം പറയാലോ, താൻ ഓഫീസിൽ വന്നില്ലെങ്കിൽ ഭയങ്കര ബോറാന്നേ. തനിക്കിത് എന്തു പറ്റി? വീട്ടില് അച്ഛനും അമ്മയ്ക്കും വൈകിയപ്പോ ഞാൻ വിചാരിച്ചു അലക്സിന് വരില്ലായിരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛോ, ഇത് അശോകൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? വലിയ കഷ്ടം അശോക. പിന്നെ അലക്സിനെ പോലുള്ളവരുടെ കാരുണ്യം കൊണ്ട് അല്ലേലും ആര് തിരിഞ്ഞു നോക്കാനാ തന്തയും തള്ളയും ഇല്ലാത്തത് നിങ്ങളെ. അശോകം നോക്കണ്ട, സത്യ. ഇവിടെ ഉള്ളവരൊന്നും അപ്പനും അമ്മയും ഇല്ലാത്തതൊന്നുമല്ല. തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടവരാ അധികവും. ആഹാ, മോൾ ഇവരെ കൂടെ അങ്ങ് കൂടിയോ? ഫാദർ, ഫാദർ അല്ലേ പറഞ്ഞ ഇതിന്റെ കുട്ടികളെ ഇതിന്ന്? എന്നിട്ടെന്തിനാ ഇതിങ്ങള് ഒരു അമ്മയുടെ അടുത്തുനിന്ന് മാറ്റുന്നേ? അത് പിന്നെ മോളെ, അതിന് അതിന്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റി നട്ടെങ്കിലല്ലേ അതിന് നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുള്ളൂ. എങ്കിലല്ലേ അതിന് നല്ല മക്കളായിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പൊ മോളെ അങ്ങനെ മാറ്റി നിർത്തിയതായിരിക്കും അല്ലേ ഫാദർ? മോള് നല്ല മിടുക്കിയായിട്ട് വളരും. മോളെ,
അതിന് അതിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റി നട്ടെങ്കിലല്ലേ അതിന് നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുള്ളൂ. എങ്കിലല്ലേ അതിന് നല്ല മക്കളായിട്ട് വളരാൻ പറ്റുള്ളൂ. അമ്മേ അമ്മേ അതിന്റെ 2 കന്നെടുത്ത് അച്ഛൻ ഉമ്മറത്തേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. അമ്മേ ഞാൻ ഇറങ്ങുവാ. ആ മോനെ, പോട്ടെ. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അവന്റെ കല്യാണം ഉടനെ നടത്തണം. നടത്താലോ? അപ്പൊ ഈ ജാതകദോഷോ? ജാതകദോഷം? എന്ത് ദോഷം? എടി നിനക്ക് പോലും എന്നെ പോലെ സുന്ദരനായ ഭർത്താവിനെ കിട്ടിയില്ലേ? അയ്യടാ, ഒരു സുന്ദരൻ. എടി നിനക്കറിയോ എന്റെ ചെറുപ്പകാലത്ത് എത്ര പെൺപിള്ളേരെ എന്റെ പുറകെ നടന്നു. ഓ പിന്നെ. പക്ഷെ ഒരിക്കൽ പോലും ഒരു പെണ്ണിന്റെ പുറകെ നടക്കേണ്ട ഗതിയാണ് എനിക്കുണ്ടായിട്ടേ ഇല്ല. ഇത് പിന്നെയും തുടങ്ങിയോ? കുറച്ചാലായിട്ട് ഇല്ലായിരുന്നല്ലോ. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഉയിരിൻ അഴകിൻ ശ്രുതിയാകുന്നു എന്നിൽ എഴുതും കനവിൽ നിറയുന്നു മകളാകുന്നു മകനാകുന്നു മിഴിയിൽ തെളിയും എൻ ഭാവങ്ങളിൽ നിറയും ചിരിയോ എൻ സൗഭാഗ്യമോ ഒന്നാകുന്നു വരമാകുന്നു നല്ല ചേർച്ചയുണ്ട്. പറഞ്ഞു കേട്ടോടത്തോളം നല്ല പാർട്ടിയാ. ഇന്ദു ഇന്ദു അശോകൻ. നമുക്ക് എന്തായാലും ലേറ്റ് ആക്കണ്ട ഇനി. ഈ ഞായറാഴ്ച തന്നെ പോവാം. ഓക്കെ. അവളുടെ വീട്ടിലേക്ക് ഞാനപ്പോൾ ഒരു 10:30 വണ്ടി ആയിട്ട് വരാം കേട്ടാ. എനിക്കിന്ന് പാർട്ടി ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എന്താ നിന്റെ പ്രശ്നം? അശോക വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ ജാതകത്തിന് ചേരുന്ന ഒരു പെൺകൊച്ചിനെ ഒപ്പിച്ചത്. അപ്പം എടാ നീ ഫോട്ടോ കണ്ടില്ലേ? കാണാൻ നല്ല സുന്ദരിയാണ്, നല്ല പേരും. ഇന്ദു ഇന്ദു അശോകൻ. കൊള്ളാം, നല്ല ചേർച്ച. എടാ ഈ കല്യാണം നടക്കാൻ പാടില്ല. ഞാൻ നിന്നോട് പോലും പറയാത്ത ഒരു കാര്യമുണ്ട്. എന്ത്? എൻ്റെ കല്യാണം കഴിഞ്ഞ ഞാനിപ്പം ഇരട്ടക്കുട്ടികളുടെ അച്ഛനാ. ഇരട്ടക്കുട്ടികളാ? ആടാ. 1 2 ഇരട്ടയാ. പക്ഷെ ഇതിന് ഇവൻ്റെ ചായ ഒന്ന് എടാ പയ്യെ ഇത്. നല്ല വട്ടാണല്ലോ. ആ ശരിയാണല്ല. എന്ത്? അല്ല നിന്റെ കക്ഷത്ത് ഒരു കറുത്ത മറുകില്ലേ? അതുപോലെ ഒരു മറുകത ഇതിനുണ്ടല്ലോ. മറുകുണ്ടാ കറക്റ്റാടാ. ഇത് നിന്റെ കൊച്ചു തന്നെയാ. അതേ അശോക, പാതിരാത്രി ഒരുമാതിരി ഊള കോമഡി കാണിക്കാൻ നിൽക്കരുത് കേട്ടല്ല. ഇരട്ടയും പെരട്ടയൊക്കെ ഇറങ്ങിക്കണം. ഇവനെന്താ വട്ടായ?
പോയി കിടന്നുറങ്ങടാ. ആ അപ്പോഴേ രണ്ടുപേരുടെയും ജാതകം ചേർന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ചിങ്ങത്തിൽ തന്നെ അങ്ങ് നടത്തിയാലോ? അല്ലേ? എന്താ അതിനെന്താ? ചിങ്ങത്തിന് ഇനി അധികം സമയമൊന്നും ഇല്ലല്ലോ. എടാ നിന്നെ കുറിച്ച് സംസാരിക്കണ ചിരിക്കി. അശോകൻ എന്താ വലിയ നാണക്കാരനാണല്ലോ. ഏയ് സംസാരിച്ചു തുടങ്ങി പിന്നെ ഭയങ്കര സംസാരോ അല്ലേ അശോക? എടാ നീ എൻ്റെ എല്ലാ കാര്യവും പറഞ്ഞിട്ടില്ലേ? നിന്റെ എന്ത് കാര്യം? എടാ രണ്ടാം ഘട്ടാന്നും ഇരട്ടക്കുട്ടികളുടെ അച്ഛനാണെന്നൊക്കെ. അവൻ നിന്നെ ചുമ്മാ കളിപ്പിക്കാൻ പറയണല്ലേ? അല്ല, അവൻ നാളെ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എൻ്റെ കല്യാണം കഴിഞ്ഞ അവനെന്തോ കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇവരാണ് ഇപ്പം എൻ്റെ എല്ലാം. ഇവള് ശിവഗാമി, ഇവള് ശിവഗംഗ. ശിവഗാമി അല്പം കുറുമ്പിയ. അവൻ്റെ കല്യാണം ശരിയായ സന്തോഷത്തിൽ അച്ഛനും അമ്മയും അമ്പലവും വഴിപാടായിട്ടൊക്കെ നടക്കാം. പാവങ്ങള്. ഇതൊന്നുമില്ലടാ. വാ കയറ്, നമുക്ക് അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം. ആ ഷൈജു ഏട്ടാ, എടാ വൈകിട്ട് ഞാൻ നിന്നെ കുറെ വിളിച്ചല്ലോ, നീ എവിടെയായിരുന്നു? എടാ ഇന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നാണ് അവർ പറയുന്നത്. അശോക, എന്താ നിന്റെ ഉദ്ദേശം? കല്യാണം അത് ശരിയാവില്ല. അതെന്താ ശരിയാവത്ത? അതിനൊരു കാരണം വേണ്ടേ? ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നീ ഞങ്ങളുടെ അടുത്ത് പറ, എന്താ നിന്റെ പ്രശ്നം? അങ്ങനെ എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റുമോ? നിന്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് ഇവിടുന്ന് പോയാൽ തീരാവുന്നുള്ള നിന്റെ എല്ലാ പ്രശ്നവും. ആ പ്രശ്നം ഇന്നത്തോടെ ഞാൻ തീർത്തരാം. വേണ്ട ഷൈജോട്ടാ, ചേട്ടാ നിക്ക് മാർക്ക്. അശോക മാറ്. അവന്റെ ഒരു അശോക എന്റെ മക്കളെ തൊട്ടാ നിങ്ങൾ വിവരം അറിയും ഷാജു ഏട്ടാ. ഇതാണോടാ നിന്റെ മക്കള്? തൊട്ടുപോരുത്. കെട്ടിയ പെണ്ണിനെയും കുട്ടിയെ ഒഴിവാക്കാൻ നടക്കുന്ന നിങ്ങൾക്കൊന്നും എന്റെ മക്കളെ തൊടാനുള്ള യോഗ്യതയില്ല. ഒഴിവാക്കുന്നുണ്ടെങ്കിലേ അത് വെറുതെ അല്ല, ചോദിക്കണ കാശ് ഷായിച്ചു കൊടുക്കും. നിങ്ങളുടെ മോന്റെ കവളിൽ സ്നേഹത്തോട് കൊടുക്കുന്ന ഒരു ഉമ്മയ്ക്ക് വരം എത്ര കാശ് കൊടുക്കും ഷൈജു ഏട്ടാ? ഭ്രാന്താ നിങ്ങൾക്ക്, കാശിനോടുള്ള ഭ്രാന്ത്. ഭ്രാന്ത് ആർക്കാണെന്നുള്ളത് താമസിയാതെ നാട്ടുകാർക്ക് മനസ്സിലാവും.
എന്താ ചെയ്യാ? എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം മുടക്കാൻ പറ്റില്ല. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് മാറിക്കാം. അമ്മയച്ഛനും വരുമ്പോൾ പഴയ കൂട്ടുകാരെ കല്യാണം വിളിക്കാൻ പോയി മാത്രം പറഞ്ഞാൽ മതി. ടീച്ചറെ, എൻ്റെ മക്കളെ ഞാൻ ടീച്ചറെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നന്നായി നോക്കിക്കോണേ. തോർന്നിടാതെ മഞ്ഞോർമകൾ രാവു നീന്തി നിൻതൂവലിൽ മിഴിനീർ മുകിലായി മഴയായി അടരാൻ തനിയെ ഞാൻ വരാം തണലായരികെ. ഭ്രാന്ത് ആർക്കാണെന്നുള്ളത് താമസിയാതെ നാട്ടുകാർക്ക് മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം മുടക്കാൻ പറ്റില്ല. ചന്ദ്രനല്ലടാ മോളില്. അശോക നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തോട്ടിൽ വേണേൽ ചന്ദ്രനെ രക്ഷിക്കാൻ എടുത്തു കാണുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ, അറ്റ്ലീസ്റ്റ് മുകളിലേക്ക് അതിനെ നോക്കണോ. ഇതാ കാണ് നിന്റെ ചന്ദ്രൻ. ശരിക്കും നീന്താൻ അറിയാമെങ്കിലും വേണ്ടില്ല. അതിനെന്താ, നീന്താൻ നിനക്കറിയാലോ. പണ്ട് പെരുമഴയത്ത് ഞെട്ടറ്റ് മുറ്റത്ത് വീഴുന്ന അമ്പിളിമാവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നീ കരയുമ്പോൾ ആ വലിയ പ്രശ്നം ചെറിയച്ഛൻ പരിഹരിച്ചത് വെറും ഒരു തൂമ്പാവുണ്ട്. എന്നിട്ട് തൂമ്പേൻ തോളിലിട്ട് സൂപ്പർമാനെ പോലെ ഇളച്ചൊരു നിപ്പുണ്ട്.
ഈ ആകാശത്തിനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കുമൊക്കെ ഒരു മാറ്റവുമില്ലല്ലേ? അന്നും എന്നും ഒരേപോലെ. ഇതുപോലെ ഒരു മാറ്റമില്ലാതെ നമ്മളും ഉണ്ട്, നമ്മുടെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ. ഞാൻ ചടമ്പ് കുട്ടിയായിരുന്നല്ലോ. അയ്യടാ, ഒരു കുട്ടി വന്നിരിക്കുന്നു. ഇതെടാ കുളത്തിൽ അമ്പിളിമാവൻ. ഹലോ, അശോകൻ ഉണ്ടാവോ? നല്ല പഴുത്തത്, ഒരു 1.5 കിലോ എടുക്കാൻ. ആ അർജുൻ, നീയായിരുന്നു. ഇത്രയും വലിയ നമ്പർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും. പിന്നെ ട്രംപ് നിന്റെ അമ്മയുടെ മോനല്ലേ? അർദ്ധരാത്രി വിളിച്ച് വിശേഷം ചോദിക്കാൻ. നിന്റെ അമ്മയുടെ മോൻ ഞാനല്ലടാ. പിന്നെ അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും തിരക്കുള്ള ആളല്ലേ. സ്വന്തം അമ്മയുടെ മോൻ്റെ കല്യാണത്തിന് പോലും ലീവ് കിട്ടാത്ത. എടാ, അത് ലീവ് കിട്ടാണ്ടൊന്നുമല്ല. ആ അജയൻ്റെ ഒരു പീരും അമ്മയുടെ പൊങ്ങച്ചം കേൾക്കാനുള്ള കേൾപ്പില്ലാത്തതുകൊണ്ടാണ്. നിന്റെ കല്യാണത്തിന് എന്തായാലും ഞാൻ വരുമെന്ന് വിചാരിച്ചതാ, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. അതിസാഹസികനായ നേവി കമാൻഡർ അർജുൻ ലോകം ചുറ്റാൻ പോകുന്നു, അതും ഒരു പായ്ക്കപ്പൽ. പറ്റിയാൽ നിന്റെ മകനൊരു വേൾഡ് റെക്കോർഡുമായി ഞാൻ നാട്ടിലേക്ക് കൊടുക്കും. പിന്നെ ഇന്ദു എനിക്കിഷ്ടമായി, നിനക്ക് നന്നായി ചേരും. കല്യാണം എന്താടാ, എന്തോ ഒരു വിഷമം ഉള്ളി കിടപ്പുണ്ടല്ലോ. അതല്ലെങ്കിലും ചെറുപ്പത്തിൽ തോട്ടിലും കുളത്തിലും ഒക്കെ വീണ് അമ്പിളിമാവനെ രക്ഷിക്കാൻ എടുത്ത് നടന്ന നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഇന്നും ഒരു മാറ്റമില്ലല്ലോ. അശോക, ഇരുട്ട് മാറി പ്രകാശം വരിക തന്നെ ചെയ്യും. അത് ഈ കാണുന്ന ആകാശത്ത് മാത്രമല്ല, അതിനേക്കാൾ വിശാലമായ നിന്റെ മനസ്സിലും കൂടിയാണ്. തിരയായി ഉയരാൻ കടലായി നീയുണർന്നോ, ഉറവായി ഒഴുകാൻ നദിയായി തീർന്നുവോ, തിരിയായി തെളിയാൻ ഉയിരായി നീയണഞ്ഞോ, ചിരിയായി തുഴയാൻ തുണയായി കൂടയോ, പനി നീറിത്തളായി വെയിലായി പടരാൻ തിരികെ ഞാൻ വരാൻ, നിമ പോൽ പിടയാതരികെ. ചേട്ടാ, സുഖമല്ലേ? ഓ അമ്മേ, കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങിട്ടോ. ആ വാ. അച്ഛനെവിടെ അമ്മേ? അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. രതീഷേട്ടാ, രതീഷേട്ടാ, ഭയങ്കര ചെറ്റത്തര. എന്തു പറ്റി രതീഷേട്ടാ? മോശമായിപ്പോടി. എന്താ മോശമായി പോയി? ആ രണ്ടുപേർക്ക് എന്ത് വിഷമായി കാണും? ഏത് രണ്ടുപേർക്ക്? രതീഷേട്ടന് എന്താ പറ്റിയേ? ആ സൗഗന്ധ ദുഷ്ടനാ രണ്ട് പിള്ളേരെ നോക്കായിരുന്നില്ലേ? അവർക്ക് പാവങ്ങൾ എന്ത് വിഷമായി കാണും? രതീഷേട്ടാ, പിള്ളേരോ? അത് വാഴയല്ലേ? വാഴയല്ല, മക്കള് ശിവകാമിയും ശിവഗംഗയും.
എന്താടാ രാവിലെ കിടക്കുന്ന തപ്പുന്നേ? അല്ല ഈ 12 മണിക്കാരെ ഉച്ചയ്ക്ക് ശേഷം വരും. അത് നീ ഇന്നലെ പറഞ്ഞാണല്ലോ. പറഞ്ഞല്ലേ? എന്നാൽ പിള്ളേരാക്കിട്ട് വരാം. സ്കൂൾ ട്രിപ്പേ. ഓ ആ വലത്തോട്ട് വലത്തോട്ട് പിടി വലത്തോട്ട് പിടി ആ വലത്തോട്ട് ആ വലത്തോട്ട് പിടി ആ റൈറ്റ് 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 പറ്റ പറ്റ ആ ആ ആ ആ വടക്കം ആ അതെ റൈറ്റ്. ഭയങ്കര വീടാണല്ലോ. വലിയ പന്തലുണ്ട് കേട്ടോ. ആ സാധനം അങ്ങോട്ട് ഇറക്കി തരാം. പൈസ ആ പണിയൊക്കെ തുടങ്ങിയ ആ ഏട്ടാ നാത്തൂനെ വാ. നമ്മളെ കല്യാണത്തിലേക്ക് എവിടെ? ഓ അവൻ കുളിക്കാനായിട്ട് അമ്പലക്കുളം വരെ പോയതാ. ഓ ഏട്ടൻ പേടിക്കണ്ട, അവൻ ബക്കറ്റും കൊണ്ടാ പോയത്. വാ. കല്യാണം നമുക്ക് പൊളിക്കണ്ടേ? ഇത് ഏത് പയ്യൻ? അത് നമ്മുടെ സുഖുവാട്ടാ. സുഖുവാ? ആ ഓ ഇത് മാറിയില്ല ഇതുവരെ. ഇത് കൂടെ കൂടെ വരും മോളെ. ഇതിപ്പോ എല്ലാവർക്കും ഉണ്ടല്ലോ. ചേച്ചിയെ ആ ആ മുറ്റത്ത് നിൽക്കണ 2 വാഴത്തൈ വെട്ടിയാലേ പന്തലിട്ടാ നല്ല ഉഷാറായിരുന്നു. ഒന്നാ പത്താ വാഴ വേണമെങ്കിൽ വെട്ട്, പക്ഷെ പന്തൽ ഉക്കരനായിരിക്കണം. പന്തലല്ല ഉഷാറായിരിക്കും. ഒന്നാമത് നമ്മുടെ ഒരേ ഒരു ചെറുക്കന്റെ കല്യാണമാണ്. അടിച്ചു പൊളിക്കുക. നീ പോയി വാഴ വെട്ട. അത് വെട്ടണ്ട. എന്ത്? അതവിടെ നോട്ട്. ദേ അമ്മാവൻ പറഞ്ഞു വെട്ടാൻ. ഏതമ്മാവൻ? ദേ ആ അമ്മാവൻ. ആ പറഞ്ഞ അമ്മാവനേക്കാൾ ഈ വീട്ടിൽ നിൽക്കാൻ അവകാശമുള്ളവർ വരും. ഇവരോ? ആ. ഇതോ? ആ അപ്പൊ വെട്ടണ്ട. വെട്ടണ്ട. വെട്ടണ്ടേ വെട്ടണ്ട. എനിക്കിപ്പോ എന്താ? ആ ഷൈജു ഏട്ടാ. ആ എപ്പോ വന്ന്? ഞാൻ ഇപ്പൊ വന്ന് ഇറങ്ങിയുള്ളൂ. ഞാൻ മാത്രല്ല. ഇവനെ നിനക്കെന്തോ തരാണ്ട്. ആഹാ സുന്ദരട്ടോ കൊള്ളാലോ. ഷർട്ടൊക്കെ ഇട്ട് സുന്ദര. നമ്മുടെ അശോക കല്യാണമല്ലേ? ആണോ? അശോകന്റെ എന്നാ നമുക്കൊന്ന് പോയിട്ട് വാടാ. ചേട്ടാ വണ്ടി തിരികെ ചവിട്ടി വിട്ടോ. ആണോ? ഇതെന്റെ മനോഹരേട്ടൻ വില്ലേജ് ഓഫീസിലാ. ഓ IAS ട്രൈ ചെയ്യുക. 5 വർഷം കഴിഞ്ഞ കളക്ടർ. അതെയോ? അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? നല്ല വിശേഷം. അതെ അശോകന്റെ കൈ ഓർക്കൂ. അശോകന്റെ കൈ ഓർക്കൂ. ഏയ് ഏയ് എന്ത് കയറണം. അശോകേട്ടൻ പറ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അത് പിന്നെ അശോകേട്ടൻ്റെ ഇന്നത്തെ പരിഭ്രമവും വെപ്രാളൊക്കെ കണ്ടപ്പം. ഇതെന്റെ ആദ്യത്തെ കല്യാണമല്ലേ, അടുത്തതിന് ശരിയാക്കാം. ഹാവൂ, മുട്ടത്തറ ഭഗവതി കാത്തു. മുട്ടത്തറ ഭഗവതിയോ? ആ നല്ല ശക്തിയുള്ള ദേവിയാ. അച്ഛൻ്റെ ഇക്കിള് മാറാൻ പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ പോയത്. എന്ത് മാറാൻ? ഇക്കിള്. ഇക്കിളേ? ആ
മാസത്തിൽ 1-2 തവണ വരും. വന്നാ പോവാൻ കുറച്ച് പാടാ. എന്നിട്ട് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. ആ, അപ്പൊ നല്ല ശക്തിയുള്ള ദേവിയ. ദേ, പാല് തണുത്ത്. എന്നാ ദേ, മീശ. അശോകേട്ടാ, മഴയത്ത് പിള്ളേരുടെ കളിയും കണ്ടോണ്ടിരിക്ക. ഞാൻ എവിടെയെല്ലാം നോക്കി. ദാ ചായ. മഴ നനയാതെ കേറി വന്നേ. എങ്ങനെയുണ്ട് മക്കളെ നിങ്ങളുടെ രണ്ടാനമ്മ? ഇഷ്ടപ്പെട്ടില്ലേ?